നമ്മുടെ നാട്ടിലെ നഴ്സുമാരുടെ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട സമരങ്ങൾ നടക്കുന്നത് നമ്മൾ കണ്ടു. ഒരിക്കലും നഴ്സുമാരില്ലാതെ ഒരു ആശുപത്രി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഡോക്ടർമാരെക്കാൾ കൂടുതൽ സമയം രോഗികളുമായി ചിലവഴിക്കുന്നതും അവർക്ക് ആശ്വാസം നൽകുന്നതും ഇവരാണ്. അടിസ്ഥാന ശമ്പളം ഉണ്ടാകേണ്ടത് തീർച്ചയായും പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിൽ അതില്ലാത്തത് കൊണ്ടാണല്ലോ മെച്ചപ്പെട്ട വേതനം നേടി മിടുക്കരായ നഴ്സുമാർ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിദേശ രാജ്യങ്ങൾ പോലും OET പോലുള്ള കഠിനമായ പരീക്ഷകൾ എഴുതി കൃത്യമായ പരിശീലനം നേടിയവരെ മാത്രമാണ് ജോലിയിൽ പ്രവേശിപ്പിക്കുന്നത്. അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കണം എന്ന് നഴ്സുമാർ ആവശ്യപ്പെടുമ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും പ്രവൃത്തി പരിചയവും ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. ഇൻഎക്സ്പീരിയൻസ്ഡും ഫ്രഷറുമായിട്ടുള്ള ഒരു നഴ്സിന് 40,000 രൂപയ്ക്ക് അടിസ്ഥാന ശമ്പളം നൽകാൻ ഒരു മാനേജ്മെന്റ് വൈമുഖ്യം കാണിക്കുന്നത് സ്വാഭാവികമാണ്. ചുരുക്കത്തിൽ നഴ്സുമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിലും മാറ്റങ്ങൾ വരണം. ഒരു മെറിറ്റ് സിസ്റ്റത്തിലൂടെ മികച്ച പരീക്ഷകൾ പാസ്സായി വരുന്നവർക്ക് അർഹമായ വേതനം നൽകാൻ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം മാനേജ്മെന്റുകൾ തയ്യാറാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഗുണനിലവാരം നമുക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ.